കാലടി ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധവുമായി ഇടതുപക്ഷാംഗങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന കാലടി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയെന്നാണ് ഇടതുപക്ഷാംഗങ്ങളുടെയും ഒരു സ്വാതന്ത്ര്യാംഗത്തിന്റെയും ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ച അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും LDF ജനപ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ. കാലടി ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് അറിയിപ്പ് നൽകാതെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി റദ്ദ് ചെയ്യണമെന്ന ആവശ്യവുമായാണ് പ്രതിപക്ഷാംഗങ്ങളും ഇടതുപക്ഷത്തിന്റെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെ UDFന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന കാലടി ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നുവെന്നാണ് ഇടതുപക്ഷാംഗങ്ങളുടെയും ഒരു സ്വതന്ത്രാംഗത്തിന്റെയും ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം അസിസ്റ്റന്റ് സെക്രട്ടറി പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും അതിനാൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിലൂടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഈ കമ്മിറ്റിയുടെ അജണ്ട തരികയോ കമ്മിറ്റിയുടെ അറിയിപ്പ് സാധാരണഗതിയിൽ നമുക്ക് കമ്മിറ്റിയുടെ അറിയിപ്പ് വരുമ്പോൾ നമുക്ക് നമ്മൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. അത് ഒപ്പിട്ട് കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ യാതൊരു അറിയിപ്പും തരാതെ തികച്ചും പ്രസിഡന്റും സെക്രട്ടറിയും ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് ആ കമ്മിറ്റി അവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ കാലടി പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷി തയ്യാറാകുന്നില്ലെന്നും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, വകുപ്പ് സെക്രട്ടറി, പഞ്ചായത്ത് ഡയറക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ചട്ടവിരുദ്ധമായി ചേർന്ന യോഗം റദ്ദ് ചെയ്ത് പുനഃക്രമീകരണം നടത്തണമെന്നുമാണ് LDF ജനപ്രതിനിധികളുടെ ആവശ്യം. ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ബഡ്ജറ്റ് വിഹിതം പരമാവധി ചെലവഴിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുമരാമത്ത് പ്രവർത്തികളാണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ SC പ്രവർത്തികളും. കാലടി പഞ്ചായത്തിന്റെ പൊതുമരാമത്ത് പ്രവർത്തികൾ 59 പ്രവർത്തികളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത്. അതിൽ 40 പ്രവർത്തികൾ കഴിഞ്ഞ വർഷത്തെ പുതിയ പ്രോജക്റ്റുകളും 19 എണ്ണം മുൻ വർഷത്തെ സ്പിൽ ഓവറുമാണ്. അങ്ങനെ 59 പ്രവർത്തികളിൽ ആകെ നടപ്പാക്കിയത് 18 പ്രവർത്തികളാണ്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. മൺസൂൺ കളർഫുൾ ആക്കാൻ വരുന്നു സിറ്റി സിൽക്സിന്റെ കരക്കിടക മേളം. വെറും 99 രൂപയിൽ ഫ്രോക്ക്, ടീഷർട്സ്, ഷോർട്സ്, ട്രാക്സ് പർച്ചേസ് ചെയ്യാം. കോംബോ 2 പർച്ചേസിൽ 2 നൈറ്റി 390 രൂപ, 2 കുർത്തീസ് 490 രൂപ, 2 ഷർട്ട്സ് 590 രൂപ, 2 ചുരിദാർ സെറ്റ് 690 രൂപ. സിറ്റി സിൽക്സ്, ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്.